കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് അവഗണന CPIM പ്രതിഷേധിച്ചു. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ച് CPIM കൊട്ടിയം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പ്രതിഷേധ യോഗവും നടത്തി. CPIM ഏരിയ സെക്രട്ടറി S. ഫത്തഹുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. ആ രാഷ്ട്രീയ വിയോജിപ്പിന്റെ പേരിൽ ഒരു രാജ്യത്തെ ബഡ്ജറ്റിനകത്ത് ആ സംസ്ഥാനത്തെ പൂർണ്ണമായി ഒഴിവാക്കി ആ സംസ്ഥാനത്ത് നടന്ന ദുരന്തങ്ങളെയാകെ ഒഴിവാക്കി ബഡ്ജറ്റ് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ചരിത്രത്തിൽ കേട്ടുകേൾവിയുള്ളതല്ല. നമുക്കറിയാം, നമ്മുടെ രാജ്യം സ്വതന്ത്രമായിട്ട് കോൺഗ്രസ് അടക്കം രാജ്യത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഭരിച്ചപ്പോഴും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഐക്യജനാധിപത്യ മുന്നണിയും കേരളമെന്ന് പറയുന്ന സംസ്ഥാനം ഭരിച്ചപ്പോഴും ആ കേരളമെന്ന് പറയുന്ന സംസ്ഥാനത്തെ 14 ജില്ലകളെയും 140 നിയമസഭാ മണ്ഡലങ്ങളെയും സംസ്ഥാനം ഒന്നാകെ കണ്ടുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ വ്യത്യാസവുമില്ലാതെ ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ ഭാവി സാമ്പത്തിക സംവിധാനം തീരുമാനിക്കപ്പെടുന്ന ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നു. എന്നാൽ ഇപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച ബഡ്ജറ്റ് എന്ന് പറയുന്നത് രാജ്യത്തിൻ്റെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഇന്നുവരെ ഉണ്ടാകാത്ത തരത്തിൽ രാഷ്ട്രീയ വിരോധത്തിൻ്റെ പേരിൽ ഒരു സംസ്ഥാനത്തെ ആകെ ഒഴിവാക്കി ആ സംസ്ഥാനത്തുണ്ടായ ദുരന്തങ്ങൾക്ക് മുന്നേ കണ്ണടച്ചു നിന്നുകൊണ്ടുള്ള ഒരു ബഡ്ജറ്റാണ്. ഈ ബഡ്ജറ്റിനെതിരെ ഈ സംസ്ഥാനത്ത് തന്നെ കേന്ദ്രമന്ത്രിയായി പോയിട്ടുള്ള BJPയുടെ നേതാക്കന്മാർ, അതോടൊപ്പം ഈ സംസ്ഥാനത്ത് പ്രവർത്തിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ BJPയുടെ ഭാഗമായി ഇരിക്കുന്നയാളുകൾ, അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു പോയ 19ഓളം വരുന്ന കോൺഗ്രസിൻ്റെ MPമാർ, കേരളത്തിലെ KPCCയോ പ്രതിപക്ഷ നേതാവോ നാളിതുവരെ പ്രതികരിച്ചിട്ടില്ല. പ്രകടനം കൊട്ടിയം KCB ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ചു. പുല്ലാങ്കുഴി വഴി മയ്യനാട് റോഡിൽ എത്തിച്ചേർന്നു. അവിടെ നിന്നും കൊട്ടിയം ടൗൺ ചുറ്റി KCB ഓഫീസിന് എതിർവശം എത്തിച്ചേരുകയും ചെയ്തു. തുടർന്ന് നടന്ന യോഗത്തിൽ മാധവൻ പിള്ള അധ്യക്ഷത വഹിച്ചു. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഖലീലുദ്ദീൻ സ്വാഗതം പറഞ്ഞു. ഏരിയ കമ്മിറ്റി അംഗം സജി മുഖ്യപ്രഭാഷണം നടത്തി. 100 കണക്കിന് പ്രവർത്തകരാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത്. സംസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ ചിന്താഗതിയെയാണ് കോൺഗ്രസും BJPയും എല്ലാം എതിർക്കപ്പെടുന്നത്. ന്യൂസ് കേരളം 24.